ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നരിവേട്ട എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടുന്നതിന് അതൊരു പ്രചോദനമായിരിക്കും. അപ്പോൾ ശരി, നരിവേട്ട എന്ന സിനിമ നമ്മുടെ കേരള രാഷ്ട്രീയത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവത്തെ, ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയുള്ളതാണ്. അത് അല്പം ഫിക്ഷണലായിട്ടാണെങ്കിലും അത് വളരെ രസകരമായിട്ട് തന്നെ ആ സിനിമ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാന ക്യാരക്ടറിനെ ചെയ്യുന്നത് നമ്മളുടെ ടൊവിനോ തോമസ് ആണ്. പുള്ളിയുടെ പേര് ഇതിൽ വർഗീസ് എന്നാണ്. വർഗീസിൻ്റെ ജീവിതത്തിലെ രണ്ട് വശങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. ഒന്ന് കുട്ടനാട്ടിലുള്ള ഒരു സാധാരണ പയ്യനായിട്ടും പിന്നെ അതിനുശേഷം പോലീസിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിന് വന്നിട്ടുള്ള മാറ്റങ്ങളും. ഈ രണ്ട് പാട്ടും പുള്ളി വളരെ രസമായിട്ട് തന്നെ, വളരെ തന്മയത്വത്തോടു കൂടി വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. പുള്ളി ഇതിൽ ആദ്യം ഒരു കുട്ടനാട്ടുകാരൻ പയ്യനായിട്ടാണ് ഇങ്ങനെ സ്വയം അവനാൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുള്ളൂ, എനിക്ക് ഇന്നത് തന്നെ വേണം. നമുക്കൊരുപാട് അങ്ങനത്തെയുള്ള പിള്ളേരെ നമുക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ഇന്നത് കിട്ടിയാലേ പോവുള്ളൂ, ഇന്ന ജോലി തന്നെ വേണം, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സാധാരണ പയ്യൻ്റെ റോളാണ് ഇതിൽ ടൊവിനോ ചെയ്തിട്ടുള്ളത്. ഒരു ലാസ്റ്റ് ഗ്രേഡ് ജോലി ഇട്ടിട്ട് പോയി, ഗവൺമെൻറ് ജോലി ഇട്ടിട്ട് പോയില്ല, എനിക്കത് വേണ്ട, എനിക്ക് എൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള നല്ലൊരു ജോലി കിട്ടണം. പിന്നെ പുള്ളിക്ക് കിട്ടിയത് പോലീസാണ്. പോലീസിലായാലും എനിക്ക് പോലീസിലാണെങ്കിൽ മിനിമം ഒരു SI എങ്കിലും ആവണം, അല്ലാതെ ഒരു സാധാ കോൺസ്റ്റബിളായിട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല, അങ്ങനെയൊക്കെ വാശി പിടിക്കുന്ന. അതേസമയം ഒരു സിംഗിൾ പാരൻ്റാണ്, അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അമ്മയുടെ ബുദ്ധിമുട്ടുകൾ, അമ്മ തയ്യൽ ജോലി ചെയ്തിട്ടാണ് നോക്കുന്നത്. പക്ഷെ അമ്മയുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സാമ്പത്തിക പ്രയാസങ്ങളും ഒന്നും പുള്ളി കണക്കാക്കുന്നില്ല. പുള്ളി ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇറങ്ങുന്നില്ല. അങ്ങനെ ഒരു ടൈപ്പാണ് ഇതിൽ ടൊവിനോ. പക്ഷെ ആ ഒരു ഭാവങ്ങളും പിന്നെ ബോഡി ലാംഗ്വേജും എല്ലാം പുള്ളി വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിൽ അമ്മയായി വന്നിട്ടുള്ള നടിയും വളരെ രസകരമായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ കാണിക്കുന്ന അസഹിഷ്ണുതയും ദേഷ്യം എല്ലാം അവർ വളരെ ഭംഗിയായി തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം ഇതിൽ ആ റൈറ്റിങ്ങിലുള്ള ഭംഗി എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം വെച്ചാൽ ഏതൊരു ക്യാരക്ടറിനായാലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കായാലും രണ്ട് വശങ്ങളുണ്ട്. അങ്ങനെ ഓരോ വ്യക്തിയുടെയും നല്ലതും ചീത്തയും ഈ സിനിമയിൽ എടുത്തു കാണിക്കുന്നുണ്ട്. ഇപ്പം അമ്മ അത്രയും ദേഷ്യപ്പെടുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും മകനോടുള്ള ആ ഒരു കരുതൽ നമുക്ക് ഈ സിനിമയിൽ കാണാം. ടൊവിനോയുടെ വർഗീസിൻ്റെ കല്യാണം മുടങ്ങി വന്നപ്പോൾ അമ്മ വെറുതെ നാണം കെടാൻ പോയി, വെറുതെ നിനക്ക് നാണമില്ല, അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് ദേഷ്യപ്പെടുക ഒച്ചവെക്കൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും രാത്രി മോൻ വിഷമിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ അടുത്ത് വന്ന് നീ ഇന്ന ഈ പൈസ കൊണ്ടുപോയി ലോൺ അടക്ക്, പിന്നെ നീ എന്തായാലും നീ നിൻ്റെ ഇഷ്ടപ്രകാരം തന്നെ ചെയ്യും, നിനക്ക് എന്താണ് നല്ലത് തോന്നുന്നത് അത് തന്നെ നീ ചെയ്താൽ മതി, പിന്നെ എല്ലാ കാര്യങ്ങളും ശരിയാവുമെന്ന് പറഞ്ഞ് മോനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യർ തന്നെ രണ്ട് വശങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇപ്പം ഇതിൽ നായികയായി വന്നിട്ടുള്ള പിന്നെ നടി, പിന്നെ ശരിക്കും പറഞ്ഞാൽ അതൊരു മിസ്ഫിറ്റായിട്ട് എനിക്ക് തോന്നി. മെയിനായിട്ടും ഇവരുടെ കോസ്റ്റ്യൂമും ആ ഒരു മേക്കപ്പൊന്നും അവർക്ക് ചേരാത്ത പോലെ എനിക്ക് തോന്നി. അഭിനയം അവർ വലിയ കുഴപ്പമില്ലാതെ അത് ചെയ്തിട്ടുണ്ട്. അതിലാണെങ്കിൽ അവരുടെ അച്ഛനായിട്ട് നന്ദു ആണുള്ളത്. ഇപ്പം നന്ദു ആണെങ്കിലും മോളെ ഈ ടൊവിനോനെ കളിയാക്കാൻ പരിഹസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ഈ നായിക ഒരു വാക്ക് പറയുന്നുണ്ട്, ഞാൻ അവിടെ തന്നെ ഉണ്ടാകും, എന്നെ ആരും നിർബന്ധിച്ച് കെട്ടിക്കാനോ പിടിച്ചു വെച്ച് കെട്ടിക്കാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ ഇത്രയൊക്കെ ദേഷ്യം ടൊവിനോനോട് കാണിക്കുമ്പോഴും നന്ദുവിൻ്റെ ആ ഒരു മകളോടുള്ള ആ ഒരു കരുതലും നമുക്കതിൽ കാണാം. ഇപ്പോൾ ഈ പെയറായിട്ട് വന്നിട്ടുള്ള ആ നടിയാണെങ്കിലും ദേഷ്യപ്പെടുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും നിനക്ക് ഇഷ്ടമുള്ളത് നീ ചെയ്താൽ മതി, നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു അമ്മാവനായിട്ട് വന്നിട്ടുള്ള നമ്മളെ കാതലിൽ ഉള്ള ആ ഒരു ചേട്ടനാണ്. പുള്ളിയാണെങ്കിലും ടൊവിനോ ഒരു സീനിൽ പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു അമ്മാവനൊക്കെ ഉണ്ടെങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അങ്ങനെ ഇതിൽ ആ ബന്ധങ്ങളുടെ ഭംഗി എനിക്ക് വളരെയധികം ഇഷ്ടമായി. പിന്നെ ഇതിൽ ബഷീറായിട്ട് സുരാജ് വഞ്ഞാറമ്മൂടുണ്ട്. ടൊവിനോ ആയിട്ട് ഇപ്പോൾ ഒരുപാട് ബഹളം വെച്ച് നടക്കുന്ന പിള്ളേർക്കും ഒരു കംഫർട്ട് സോണിലുള്ള ഒരാളുണ്ടാവും, അവരുമായിട്ട് അവർ വളരെ സെറ്റായിരിക്കും. അങ്ങനെയുള്ള ബന്ധങ്ങൾ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അതുപോലൊരു ബന്ധമാണ് സുരാജുമായിട്ടുള്ളത്. ഇത്രയധികം ആയുഷ്ണതയും ദേഷ്യമൊക്കെ പ്രകടിപ്പിക്കുന്ന ആളായാലും ബഷീറിൻ്റെ അടുത്ത് ഈ വർഗീസിന് വളരെയധികം കംഫർട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ബന്ധങ്ങളുടെ ഭംഗി ഈ സിനിമയിൽ എനിക്ക് ഒരുപാട് കാണാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോൾ സുരാജാണെങ്കിലും നിസ്കരിക്കുന്നതുകൊണ്ട് ആ സമയം വെള്ളം അടിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ മനുഷ്യരിലും നന്മയുണ്ട് തിന്മയുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പാളിച്ചകൾ ഓരോ മനുഷ്യരിലും ഉണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ ക്യാരക്ടേഴ്സിനെ കാണിച്ചിരിക്കുന്നത് സാധാരണ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഇത് സ്വന്തം ഭൂമിക്ക് വേണ്ടി പോരാടിയ
കുറേ പാവങ്ങൾ ഗവൺമെൻറ്റും പോലീസും ചേർന്ന് അവർക്ക് നേരെ വെടിവെക്കുകയും അങ്ങനെയുള്ള സംഭവവികാസങ്ങളാണ് ഇതിൽ കാണിച്ചത്. ഇത് യഥാർത്ഥത്തിൽ നടന്നിട്ടുള്ളതാണ്. അത് അതിൻ്റേതായ രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തു പറയേണ്ടതാണ്. വളരെയധികം ഈ സിനിമേനെ അത് ആ രംഗങ്ങളൊക്കെ എലവേറ്റ് ചെയ്ത് കാണിക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ഭംഗി, കുട്ടനാടിൻ്റെ ഭംഗിയായാലും കാടിൻ്റെ ആ ഭീകരതയും അതിൻ്റെ ആ ഒരു എന്താ പറയുക സൗന്ദര്യവും എല്ലാം വളരെ ഭംഗിയായി തന്നെ ക്യാമറയിൽ വന്നിട്ടുണ്ട്. പിന്നെ ആർട്ട് ഡയറക്ഷനും വളരെ നല്ലതാണ്. പിന്നെ ഈ ആദിവാസികളുടെ ആയാലും ഡ്രസ്സിങ് ആയാലും അവരുടെ ആ ഒരു മൊത്തത്തിൽ കാണുന്ന രീതികളായാലും എല്ലാം വളരെ നന്നായി തന്നെ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു നല്ല വാച്ചബിൾ മൂവിയായിട്ടാണ് എനിക്ക് തോന്നിയത്. നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ നല്ല രസകരമായിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് നരിവേട്ട. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിൽ വളരെയധികം സന്തോഷം. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബായ്.